നമ്മുടെ ഓലയുടെ വണ്ടി ഇതിപ്പോൾ ചത്തുപോയി. കണ്ടു, ഓണാവില്ല വണ്ടി, റീസ്റ്റാർട്ട് ഒന്നും ആവില്ല, ഫുൾ ഡെഡാണ്. ഹാൻഡിൽ ലോക്കഡാണ്. പക്ഷേ സീറ്റ് നമ്മൾ ഓപ്പണാണ്. ബാഗ് ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടാട്ടോ, വാങ്ങിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്. ഒരു മാസമാകുമ്പോൾ ഈ പ്രശ്നം വന്നു. പക്ഷേ സീറ്റ് ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കി ഇടുന്ന കാരണം സീറ്റ് ലോക്കായില്ല. പിന്നെ ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ചെയ്ത് നോക്കി, ഒന്നും സെറ്റാവണില്ല. അപ്പോൾ ഇപ്പോൾ 2000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ അതായതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഡെഡായത്. ഇന്ന് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് തൃശ്ശൂർ അവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ട് അവർ ചെക്ക് ചെയ്യും. ഭയങ്കര വിഷമമുണ്ട്, കാരണം നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വട്ടം ഡെഡായി. ഇതെൻ്റെ കൊമാക്കിയുടെ വണ്ടി, TN95. ഇതിപ്പോൾ നമ്മൾ 65,197 കിലോമീറ്റർ ഇപ്പോൾ ഓടി. ഇത് വണ്ടി ഇപ്പോൾ ചാർജിങ് ആട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഇലക്ട്രിക് വണ്ടി ഉണ്ട്. ഇതിപ്പോൾ പണ്ടായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇത്ര കാലം ഓടിയിട്ട് ഇങ്ങനെ ഒരു ഡെഡ് ആവുന്ന കണ്ടീഷനൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട്. ഒരേപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, കുറവാണ്. അപ്പോൾ ഇനി അവർ എടുത്തു കൊണ്ടുപോകും. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് ആദ്യത്തെ വട്ടം വന്ന് സർവീസ് ചെയ്തു, ഒന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. ഇനി അവർ പറഞ്ഞു ഇനി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് 10 ദിവസമൊക്കെ ഇരിക്കും, ടെസ്റ്റ് ചെയ്ത് ബാറ്ററിക്ക് വല്ല പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും ബോർഡിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. 10 ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസം അവിടെ ഇരിക്കുമായിരിക്കും വണ്ടി. അപ്പോൾ ഇനി ഈ വണ്ടി കൊമാക്കി അവന് റെസ്റ്റ് കൊടുക്കാൻ വിചാരിച്ചാണ്. ഇനി ഇതിൽ വേണം ഇനി ഓടാൻ. ഇതിപ്പോൾ മൈലേജ് കുറഞ്ഞു, 60 കിലോമീറ്ററൊക്കെ മാക്സിമം ഇപ്പോൾ കിട്ടുന്നുള്ളൂ. എന്തായാലും ഭയങ്കര വിഷമമുണ്ട്. നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഇത്രയും ഇത് വരുന്നത്. പ്രശ്നങ്ങളുണ്ടാകും വണ്ടികൾ എന്തായാലും, പക്ഷേ ഇതിപ്പോൾ പുതിയൊരു ഇനിയും ഇത് കൊണ്ടുപോയിട്ട് ഇനിയും പ്രശ്നങ്ങളില്ലാണ്ടിരിക്കട്ടെ. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി അധികം ലേറ്റ് ഒന്നും ആയില്ല കേട്ടോ. അവർ കൊണ്ടുപോയി അവിടെ എത്തിയ ശേഷം പിറ്റേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രോബ്ലം നോക്കിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു BMS സ്ലീപ്പ് ആവുകയാണെന്ന് പറഞ്ഞു. BMS അപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആയില്ല, ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല, സ്ലീപ്പായതാണ്, അത് കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് എടുക്കുക ചെയ്തു. കുട്ടനല്ലൂർ പുതിയ ഷോറൂമിലായിരുന്നു, സർവീസ് സെൻ്ററിലായിരുന്നു ഞാൻ പോയി. കാരണം ഇനി വല്ല ബ്രേക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് എടുക്കുകയും ചെയ്തത്. ഇത് എടുത്ത കഴിഞ്ഞ ശേഷം ഇതുവരെയായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വണ്ടി സെറ്റാണ്. ഇനിയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. സർവീസിൽ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല, ഇതുവരെ ഹാപ്പിയാണ്.